ഇരുവരും ടെറസിലെ ഇളം കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. നിനക്കെന്നെ നേരത്തെ അറിയായിരുന്നോ? ആ അറിയായിരുന്ന ഞാൻ നിങ്ങളുടെ മുന്നേ വരുമായിരുന്നു. അത് ശരിയാ. എന്താ ചോദിച്ചേ? എന്നോട് ചോദിച്ചല്ലേ ബീച്ച് വെച്ച്, അതുകൊണ്ട് ചോദിച്ചാ. ചേട്ടൻ ഇത്രയും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ മണ്ടനെക്കൂട്ടിരുന്ന മുഖമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതാ മനസ്സിലാകാഞ്ഞ്. പിന്നെ ഇങ്ങോട്ട് വരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അവൾ അതൊക്കെ പറയുമ്പോൾ അവളുടെ മുഖത്ത് നല്ല നിലാം വെളിച്ചം അടിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. എന്തോ ഒരു ഭംഗി അവളിൽ അവന് തോന്നി. വൈശു, എന്താ ചേട്ടാ? നീ ബീച്ച് വെച്ച് പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞതാണോ? എന്ത് കാര്യം? എന്നെ കെട്ടാൻ തോന്നുന്നുണ്ടെന്ന്. അവൾ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്താ തിരിച്ചും ക്രഷ് അടിച്ചോ? എന്നാ എനിക്കൊക്കെയാ. ചേട്ടനൊക്കെയാണോ? ഡബിൾ ഓക്കെ. കല്യാണമല്ല കേട്ടോ, കല്യാണമൊക്കെ 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ കല്യാണ നിശ്ചയമാണ് നടക്കുന്നത്. ഇപ്പോൾ വൈശുവിൻ്റെ നേഴ്സിംഗ് പഠനം അവസാനിച്ചു. അഭിരാം ഡേറ്റ അനാലിസ്റ്റായി ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. ഇരുവരുടെയും ഇഷ്ടത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ തന്നെ സിത്താരയ്ക്കും നിശയ്ക്കും സമ്മതമായിരുന്നു. കാരണം രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലാണല്ലോ. പിന്നെ അമ്മമാരുടെ നീക്കത്തിന് മുമ്പേ തന്നെ മക്കളുടെ ഒരു ചൂട് മുമ്പിൽ കണ്ടതിൻ്റെ അതിശയം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അച്ഛന്മാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്യാമിനും നിതീഷിനും വൈഷ്ണവിയെ അഭിരാമിനെയും നന്നായി അറിയാവുന്നതുകൊണ്ട് അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. പക്ഷേ ഇതുകൊണ്ടാണ് ഇവരുടെ വിവാഹം ഇത്ര പെട്ടെന്ന് നടത്തുന്നതെന്ന് നിങ്ങളാരും ഒരിക്കലും വിചാരിക്കരുത്. അതിന് വേറൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? പറയാം. നിഷയുടെയും നിതീഷിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സിത്താരയും ശ്യാമും അഭിരാമും കൂടി പോയിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു അഭിരാമിൻ്റെയും വൈഷ്ണവിയുടെയും 2ാമത്തെ കൂടിക്കാഴ്ച. തങ്ങളുടെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അവർ നേരിട്ട് കണ്ടുമുട്ടുന്നത് അപ്പോഴായിരുന്നു. അതിൻ്റെ ഇടയിൽ മാസങ്ങൾ കടന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും നാൾക്ക് ശേഷം നേരിട്ട് കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും. വൈഷ്ണവിയുടെ വീട്ടിലെത്തിയ ശേഷം തന്നെ അഭിരാം അവൾക്ക് വേണ്ടി തിരയുകയായിരുന്നു. അകത്തുണ്ട് മോനെ, നിങ്ങൾ എത്താറായെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാ ആള്. അഭിരാം അവളുടെ റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് അകത്തേക്കായി വലിച്ചു. പക്ഷേ ആ പിടിച്ചു വലിച്ചത് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ രണ്ടും കൂടി താഴേക്ക് പിടച്ചു തല്ലി വീഴുകയാണ് ചെയ്തത്. ആ ശബ്ദം കേട്ട് സിത്താരയും നിശയും റൂമിലേക്ക് ഓടി വന്നു. പക്ഷേ അവർ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട് ഇരുവരും തെറ്റിദ്ധരിച്ചു. എൻ്റെ നിശേ, പിള്ളേരെ എത്രയും പെട്ടെന്ന് കെട്ടിക്കുന്നതാ നല്ലത്. അതേ സിത്തു, അവർ കണ്ണിൽ കണ്ടാൽ അടിവെക്കുന്ന കാലമൊക്കെ കടന്നുപോയത് നമ്മൾ ഓർക്കേണ്ടതായിരുന്നു. അമ്മേ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ആന്റി അങ്ങനൊന്നും അല്ല. അതെ അമ്മേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. അതെ മോനെ, നീ പറഞ്ഞത് വളരെ ശരിയാ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നിങ്ങളുടെ കാര്യങ്ങൾ. ഞങ്ങൾ നിങ്ങളെപ്പറ്റി ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ലായിരുന്നു. പിന്നെ അവരെ കൊണ്ടൊന്നും പറയിക്കാൻ സിത്താരയും നിശയും സമ്മതിച്ചില്ല. അങ്ങനെ അന്നത്തെ ദിവസം വെഡ്ഡിങ് ആനിവേഴ്സറി മാത്രമല്ല, അവരുടെ പെണ്ണുകാണൽ ചടങ്ങും ഒപ്പം നടത്തി. പിന്നെ അവർ മറുത്തൊന്നും പറയാനും നിന്നില്ല. പൊട്ടന് ലോട്ടറി അടിച്ച പോലായിരുന്നു ഇരുവരുടെയും സന്തോഷം. അപ്പോൾ എങ്ങനാ, നമുക്ക് ആ കല്യാണവും കൂടിയേക്കാം അല്ലേ? അങ്ങനെയാണ്
നവിമോടെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചത്. ഇതും കേട്ടുകൊണ്ടാണ് അഭിറാം വീട്ടിലേക്ക് കയറി വന്നത്. ആഹാ, നീ മോക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുവാണോ? ഹാ അതെ ആയിരുന്നു. മോക്ക് നമ്മുടെ കല്യാണ കഥയൊക്കെ കേൾക്കണമെന്ന്. നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണക്കഥ കേൾക്കുന്നത്. അതുപോലെ തന്നെ നവിക്കുട്ടിക്കും വൈഷ്ണവി അവരുടെ കല്യാണക്കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു.